നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതിലെ ഇല്ലുസ്ട്രേഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 2 എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് 2015ലെയും 2016ലെയും ആണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നിരിക്കുന്ന ഹെഡിങ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ആദ്യത്തെ ഐറ്റം എന്താണ്? ഷെയർ ക്യാപിറ്റൽ ആണ്. അത് 2000. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ 2016 ആദ്യം തന്നിട്ട് പിന്നെയാണ് 2015 തന്നത്. അപ്പോൾ നമ്മളിവിടെ ബേസ് ഇയർ ആയിട്ട് എടുക്കേണ്ടത് 2015 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തെറ്റി പോവരുത്. ഒരു ഇയർ വളരെ ഇമ്പോർട്ടൻറ്റ്. 2016 15 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എന്താണ് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ എടുക്കുന്ന സമയത്ത് കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് എഴുതുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് എഴുതുന്ന സമയത്ത് ഇയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2016 3,25,000, 2015 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 2015 കഴിഞ്ഞ വർഷം 3 ലക്ഷം ഉണ്ടായിരുന്നു. 2016 എത്രയുണ്ട്? 3,25,000 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കൂടി അല്ലേ? ഷെയർ ക്യാപിറ്റൽ കൂടി. അടുത്ത എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തന്നിട്ടുണ്ട്. 2016 1,70,000, 2015 1 ലക്ഷം. ഇനി ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്, അത് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ ആദ്യം വരുന്നത് ലോങ് ടൈം ബോറോവിങ്സ് ആണ്. അത് 10% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ 10% ഡിബഞ്ചേഴ്സ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഇൻട്രസ്റ്റ് നമ്മൾ ക്വസ്റ്റിനിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, അത് നമ്മൾ മറക്കുകയും ചെയ്യരുത്. ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിനിടയ്ക്ക് പറയാം, എങ്കിൽ ഇപ്പോഴേ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ വെച്ചിട്ടാണ് അതിൻ്റെ പേര് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് അത് ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യനിൽ പറയില്ല, അഡ്ജസ്റ്റ്മെന്റിൽ പറയില്ല. പറഞ്ഞില്ലെങ്കിൽ നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഡിബഞ്ചേഴ്സ് 2016 1,50,000, 2015 2 ലക്ഷം. പിന്നെ കറണ്ട് ലൈബിലിറ്റീസ് തന്നിട്ടുണ്ട്. ട്രേഡ് പേയബിൾസ്, അതിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, 98,000, 75,000. ദെൻ അതർ കറണ്ട് ലൈബിലിറ്റീസിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000, 5,000. ഇനി അസറ്റ്സ് ആണ്. അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സിനകത്ത് ആദ്യത്തത് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിനകത്ത് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് തന്നിട്ട് 1 എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇത് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഒന്നാമതായിട്ട് ഈ ടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു. അപ്പം നമ്മൾ ഈ ടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് ടു അക്കൗണ്ടിൽ നോക്കാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. അത് 2016 എമൗണ്ട് തന്നിട്ടുണ്ട്, 2015 എമൗണ്ടും തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് ഇൻവെന്ററീസ് സ്റ്റോക്ക് ആണ്. പിന്നെ ഉള്ളത് ട്രേഡ് റിസീവബിൾസിനകത്ത് ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിനകത്ത് ക്യാഷ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ ആകെ നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ മാത്രമാണ്. മെഷീനറിക്ക് 10,000 രൂപ ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിന് 2,000 രൂപ ഡിപ്രീസിയേഷൻ. ഇത് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചു. അപ്പോൾ ആദ്യം എന്താണ്? ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം. പിന്നെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇയർ, അതിലെ പ്രീവിയസ് ഇയർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആദ്യം എഴുതാൻ. ഇപ്പോൾ 2015 ആണ് ഇവിടുത്തെ പ്രീവിയസ് ഇയർ, 2016 ആണ് ഇതിൻ്റെ കറണ്ട് ഇയർ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ആദ്യം എഴുതുക, അതിനുശേഷം കറണ്ട് ഇയർ എഴുതുക. ദെൻ ഇൻക്രീസിനൊരു കോളം, ഡിക്രീസിനൊരു കോളം, അങ്ങനെ ഒരു പർട്ടിക്കുലേഴ്സ് കോളവും 4 എമൗണ്ട് കോളം ആണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് അസറ്റ്സുകളും കറണ്ട് ലൈബിലിറ്റീസുകളും മാത്രം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിനകത്തുള്ള കറണ്ട് അസറ്റുകൾ എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡിങ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഹെഡിങ് എഴുതണം, കറണ്ട് അസറ്റ്സ്.
ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള ഓരോ കറണ്ട് അസറ്റ്സും നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇവിടെ കറണ്ട് അസറ്റ്സ് ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് ആണ്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ക്യാഷിൽ നിന്ന് തുടങ്ങാം, ഇല്ലെങ്കിൽ തിരിച്ചായാലും മതി, ഏതായാലും തെറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്റ്റോക്ക് എഴുതാം. സ്റ്റോക്ക് 2015 എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. 2015 എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 80,000 ആണ്. നമുക്ക് ആദ്യം 2015 80,000 എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? 2016 എന്താണ്? 1,10,000 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? നമ്മുടെ സ്റ്റോക്ക് 2015 80,000, 2016 1,10,000. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റോക്ക് കൂടിയ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കറണ്ട് അസറ്റ് കൂടുവാണെങ്കിൽ, അതായത് പ്രീവിയസ് ഇയറിൽ നിന്നും ഇപ്പോഴത്തെ കറണ്ട് ഇയറിലെ കറണ്ട് അസറ്റ്സ് കൂടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻക്രീസോ ഡിക്രീസ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 80,000 സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 80,000 സ്റ്റോക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണുള്ളൂ. പക്ഷേ ഈ വർഷം എന്ത് ചെയ്യാനാണ്? 1,10,000 ഉണ്ട് അല്ലേ? 1,10,000 ഉള്ളപ്പോൾ നമുക്ക് അത്രയും സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് അത്രയും കൂടെ നമുക്ക് കൂടുതലുണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കറണ്ട് അസറ്റ്സ് കൂടുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇൻക്രീസ് ആണ്. ഇൻക്രീസ് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 30,000 രൂപയുടെ എന്ത് വന്നു? ഇൻക്രീസ് ഉണ്ട്. നമ്മളത് ഇൻക്രീസ് കോളത്തിൽ കാണിക്കാം. ഇനി രണ്ടാമത്തെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 2015 46,000, 2016 30,000. ഇവിടെ നോക്കിക്കേ, ഡെപ്റ്റേഴ്സ് 2015 46,000 ഉണ്ടായിരുന്നു, 2016 30,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്യാഷ് തരാനുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം 46,000 രൂപ കിട്ടാനുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? അവർ പൈസ തന്നാൽ നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ട് വരും. ഈ വർഷം നമുക്ക് എത്രയേ ഉള്ളൂ? 30,000 രൂപയെ കിട്ടാനുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തേക്കായാലും വർക്കിംഗ് ക്യാപിറ്റൽ ഈ വർഷം എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ? നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പം ഇവിടെ എന്തായിരിക്കും? ഡിക്രീസ്ഡ് കോളത്തിലാണ് കാണിക്കുന്നത്. എത്രയാണ്? 16,000. നമ്മൾ അതിന് നേരെ ഡിക്രീസ്ഡ് കോളത്തിൽ എഴുതാം. ഇനി അടുത്തുള്ള അസറ്റാണ് ഏത്? ക്യാഷ്. അടുത്ത കറണ്ട് അസറ്റ് ആണ് ക്യാഷ്. ക്യാഷ് എന്ന് പറയുമ്പം 2015 4,000 ആയിരുന്നു, 2016 5,000 ആണ്. അപ്പോൾ നോക്കി, ഇവിടെ എന്താണ്? കഴിഞ്ഞ വർഷം നമ്മുടെ 4,000 ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം നമ്മുടെ 5,000 ഉണ്ടല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് 1,000 രൂപ കൂടി നമുക്ക് എന്തുണ്ട്? ഫണ്ട് നമ്മുടെ അധികം ഉണ്ട്. അപ്പം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ്. എത്ര കൂടുതലാണ്? 1,000 കൂടുതലാണ്. അപ്പോൾ ഇൻക്രീസ്ഡ് കോളത്തിൽ വേണം എന്ത് ചെയ്യാൻ? 1,000 കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഈ കറണ്ട് അസറ്റ്സ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? 2015 2016 എമൗണ്ടുകൾ കൂട്ടി എഴുതാം. അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ടോട്ടൽ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഇൻക്രീസ് കോളോ ഡിക്രീസ് കോളോ ടോട്ടൽ ചെയ്യാൻ പാടില്ല. അത് ലാസ്റ്റ് മാത്രമേ നമ്മൾ ടോട്ടൽ ചെയ്യൂ. ഇപ്പോൾ 2015 എമൗണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 1,30,000 ആണ്. 2016 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,45,000 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്താൽ തൊട്ട് അടുത്ത ഹെഡിങ് ആയിട്ടാണ് കറണ്ട് ലൈബിലിറ്റി വരേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കറണ്ട് അസറ്റിന്റെ ടോട്ടലാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ബി എന്ന ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക, കറണ്ട് ലൈബിലിറ്റീസ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിലുള്ള ലൈബിലിറ്റീസ് നോക്കാം. ബാലൻസ് ഷീറ്റിലാകെ 2 ലൈബിലിറ്റീസേ ഉള്ളൂ. ഒന്ന് ട്രേഡ് ക്രെഡിറ്റേഴ്സും മറ്റൊന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും. അപ്പം നമുക്ക് ആദ്യം തന്നെ എഴുതാം ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 2015 ഉണ്ടായിരുന്നത് 75,000 ആണ്. 2016 98,000. അപ്പോൾ നോക്കിയേ, ഇവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 2015 75,000, 2016 98,000. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തേക്കാണല്ലേ. അപ്പം നമ്മൾ നേരെ ഇൻക്രീസ് കോളത്തിൽ എഴുതും. പക്ഷെ അങ്ങനല്ല. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവരെയാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ 2015 നമ്മൾ 75,000 രൂപ മാത്രമേ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2016 98,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത്ര കൂടി എന്താണ് കുറയാണ് അല്ലേ. അപ്പം കഴിഞ്ഞ വർഷം വെറും 75,000 രൂപ മാത്രം നമ്മൾ കടം കൊടുത്താൽ മതിയായിരുന്നു, അല്ലെ നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ 98,000 കൊടുക്കണം. അപ്പം അത്ര കൂടി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ട് കറണ്ട് ലയബിലിറ്റീസ് കൂടിയാൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു എന്ന ഹെഡിൽ വേണം കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? അപ്പോൾ എപ്പോഴും ഓർക്കുക, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും അല്ലേ. അതേപോലെ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ ഡിക്രീസ്ഡ് കോളത്തിൽ വേണം ആ ഡിഫറൻസ് കാണിക്കാൻ. അപ്പോൾ ഇവിടെ എത്ര വരും? 23,000 രൂപ ഡിക്രീസ് കോളത്തിൽ വരും, കാരണം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഇനി അടുത്ത എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. നമുക്ക് എഴുതാം ഔട്ട്സ്റ്റാൻഡിങ് expenses. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 2015 5,000 ആയിരുന്നു, 2016 2,000 ഉള്ളൂ. ഇവിടെ എന്താണ്? കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. 2015 5,000 ആണ് നമ്മൾ കൊടുക്കേണ്ട കാര്യം. ആ സമയത്ത് കൊടുത്തില്ലെങ്കിലാണ് അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കൊടുക്കേണ്ടത് 5,000-ൽ നിന്നും 2,000 കുറയാന്ന് പറയുമ്പം ആ തുക നമുക്ക് എന്താണ്? ബാക്കിയുള്ള തുക നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് ഇൻക്രീസ്ഡ് കോളത്തിൽ വേണം 3,000 കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് ലയബിലിറ്റീസ് മാത്രം എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ഇവിടെ എത്ര വരും? 75,000 5,000 കൂട്ടി 80,000 വരും. ഇവിടെ 98,000 2,000 കൂട്ടി 1,00,000 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് ടോട്ടൽ അല്ല ചെയ്യേണ്ടത്, പകരം നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അതായത് നമ്മളുടെ കറണ്ട് അസറ്റ് മുതലുള്ള ഇൻക്രീസും കറണ്ട് അസറ്റ് മുതലുള്ള ഡിക്രീസും ആ കോളം മൊത്തത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഇൻക്രീസ് കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇൻക്രീസ് കോളം എന്ന് പറയുമ്പോൾ ഇൻക്രീസിന് എന്തൊക്കെ വരും? ഒരു 30,000 ഉണ്ട്, 1,000 ഉണ്ട്, പിന്നെ ഒരു 3,000. നമ്മൾ ആ ഒരു കറണ്ട് അസറ്റിൻ്റെ വെച്ച് നോക്കുമ്പം അവിടെ 30,000 പിന്നെ 1,000 പിന്നെ ഈ 3,000 കൂട്ടി അതെല്ലാം കൂടെ കൂട്ടി 34,000 രൂപ കാണിക്കാം. ഇനി അതേപോലെ ഡിക്രീസ്ഡ് കോളത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു 16,000 ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്തുണ്ട്? ഒരു 23,000. രണ്ടുപേരുടെ കൂട്ടിയിട്ട് 39,000 വരും. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എഴുതാം വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് അസറ്റ് നമ്മൾ ബ്രാക്കറ്റ് എഴുതുക. കറണ്ട് അസറ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത ലെറ്റർ എ ആയിരുന്നു അല്ലേ. A-B എന്ന് എഴുതുക. അതായത് കറണ്ട് അസറ്റിന്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ നോക്കിയാൽ 2015 കറണ്ട് അസറ്റ് എത്രയാണ്? 1,30,000 ആണ്. അതിൽ നിന്നും 80,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 50,000 വർക്കിംഗ് ക്യാപിറ്റൽ വരും. ഓക്കെ, ഇനി എന്താണ്? 2016 1,40,000 ആണ് കറണ്ട് അസറ്റിന്റെ ടോട്ടൽ. അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടലായ 1,00,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 45,000 വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ നോക്കാം. കഴിഞ്ഞ വർഷം 50,000 ആയിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ, ഈ വർഷം 45,000 ഉള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയാണ് കുറവ്? 2016 5,000 കുറവുണ്ട് അല്ലേ. അപ്പം ഈ 50,000 ഈ 45,000 തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുമ്പം 5,000. എവിടെയാണ് 5,000 കുറവുള്ളത്? 2016. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 5,000 എന്ന് എഴുതാം. അപ്പോൾ നോക്കിക്കേ, കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ്. എത്ര കുറവ് വന്നു? 5,000 രൂപയുടെ കുറവ് വന്നു. അതിനെ നമ്മൾ എന്തെന്ന് എഴുതേണ്ടത്? ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം 5,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അതേപോലെ തന്നെയല്ലേ? നോക്കിക്കേ, ഇവിടെ ഇൻക്രീസ് കോളത്തിൽ 34,000, ഡിക്രീസ് കോളത്തിൽ 35,000. അപ്പോൾ ഇവിടെ ഏത് കോളമാണ് കൂടി നിൽക്കുന്നത്? ഡിക്രീസ് കോളമാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസിൻ്റെ കോളത്തിൽ എത്ര എഴുതണം? 5,000 എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം 5,000 കുറവാണ്. അത് തന്നെയാണ് ഇവിടെയും. നമ്മുടെ ഇവിടെ ഏതാണ് കൂടി നിൽക്കുന്നത്? ഡിക്രീസ് കോളമാണ് 5,000 കൂടി നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ഡിഫറൻസ് എവിടെ എഴുതുക? ഇൻക്രീസിൻ്റെ കോളത്തിൽ കാണിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 50,000.
ഇവിടെ 45,000 5,000 കൂട്ടുമ്പം 50,000. ഇവിടെ അതേപോലെ ഏതാണ് വലുത്? 39,000 ആണ് വലുത്. അതെഴുതാം. ഇവിടെയും 39,000. എപ്പോഴും നോക്കുക, ഇവിടെ ഏതാണോ വലുത് അതാണ് ടോട്ടലിൽ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യും. ഇവിടെ ഏതാണ് ചെറുത്? ഇവിടെ 2016 കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കുറവ്? 5,000. തിരിച്ചായിരുന്നെങ്കിലോ 2015 45,000, 2016 50,000 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് എഴുതുന്നത്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതാം. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇൻക്രീസ് കോളം കൂടി നിൽക്കും, ഡിക്രീസ് കോളം കുറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ എമൗണ്ട് നോക്കുമ്പം ഇതിലെ വലുത് ഏതാണോ അതിൽ ടോട്ടൽ കാണിക്കുക. ഈ രണ്ട് എമൗണ്ട് നോക്കുമ്പോൾ അതിൽ വലുത് ഏതാണോ അത് വേണം ടോട്ടലിൽ കാണിക്കാൻ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 2ന്റെ പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി ഇല്ലുസ്ട്രേഷൻ 2ന്റെ ബാക്കിയുള്ള എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതെല്ലാം നമുക്ക് പാർട്ട് 2 ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.